അദ്ദേഹം എങ്ങാനും ആ സമയത്ത് സഹായം ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? അമ്മേ, എനിക്കും സംസാരിക്കണം. സൗമ്യക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. ഹലോ ചെറിയമ്മേ. പറമോളെ. എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുതരും, ഡ്രസ് വാങ്ങിത്തരും, സ്കൂളിലെ ഫീസ് ഒക്കെ ചെറിയമ്മ അടയ്ക്കും. എനിക്ക് വയ്യാത്തപ്പോ രക്ഷിക്കുകയും ചെയ്തില്ലേ. കൊറേ താങ്ക്സ് ചെറിയമ്മേ. നമുക്കിടയിൽ താങ്ക്സ് ഒക്കെ എന്തിനാ മോളെ? പറയണം ചെറിയമ്മേ. എന്താന്നറിയോ, നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവം അയച്ചു തന്ന ചെറിയമ്മയാ. നിങ്ങളെപ്പോലെ ഒരു ചെറിയമ്മ ആർക്കും ഉണ്ടാവില്ല. എന്റെ എല്ലാ ഫ്രണ്ട്സിനേക്കാളും ഞാൻ വളരെ ലക്കിയാ. എന്താണെന്നോ, എനിക്ക് 2 അമ്മമാരാ. ഐ ലവ് യു സോ മച്ച് ചെറിയമ്മേ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും ചക്കര മോളെ. ഇനി നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. 4 ദിവസം കൂടി കഴിഞ്ഞാ നിനക്ക് നിന്റെ ഫ്രണ്ട്സിനോട് പോയി കളിക്കാൻ പറ്റും. കേട്ടില്ലേ? ശരി ചെറിയമ്മേ. ചെറിയച്ഛനോട് ഇന്ന് താങ്ക്സ് പറയണേ. ശരി. അമ്മയ്ക്ക് കൊടുക്കാട്ടോ. കുടിക്കുമോളെ. അവനി എങ്ങനെയാ ചേച്ചി അവൾ ഇപ്പോഴേ ഇത്രയൊക്കെ പക്വത കാണിക്കുന്നേ? കഷ്ടപ്പാടിൽ വളർന്ന നമ്മളെപ്പോലുള്ളവർക്ക് പക്വതയൊക്കെ പെട്ടെന്നുണ്ടാവുമല്ലോ അവനി. സൗമ്യ പറഞ്ഞ ഓരോ വാക്ക് സത്യം. ശ്രീകരനോട് നീ എന്റെ നന്ദി പറഞ്ഞേക്കണേ മോളെ. കേട്ടല്ലോ? ശരി. നീ ഇപ്പൊ എവിടെയാ? ഒരാവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് വന്നതാ. വഴിയിൽ വെച്ച് ഞാൻ നിഹാരികയുടെ പേരൻസിനെ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തായി? നിഹാരികയുടെ സത്വം വെളിപ്പെടുത്താനായി വലിയ യുദ്ധം തന്നെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരുപാട് സന്ദർഭങ്ങളിൽ എന്നെക്കാൾ നന്നായി ആലോചിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നാ വീട്ടില് ഒരു സംഭവം ഉണ്ടായി ചേച്ചി. അവളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നായപ്പോ എല്ലാം തകിടം മറിച്ചു കളഞ്ഞു. നിഹാരിക എന്തൊക്കെ ചെയ്താലും ന്യായം നിന്റെ ഭാഗത്തല്ലേ. ഈ യുദ്ധത്തിൽ എന്തായാലും നീയെ ജയിക്കും. എനിക്ക് ആ വിശ്വാസമുണ്ട്. വേതാളത്തിന് മുന്നിലെ വിക്രമാദിത്യനെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. നോക്കാം എന്ത് സംഭവിക്കുന്ന. നമ്മൾ എന്തൊക്കെ ചെയ്താലും വിധി നിർണയിക്കുന്നത് കാലം തന്നെയല്ലേ. നിനക്ക് ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോയിക്കൂടെ? സൗമ്യയുടെ ഓപ്പറേഷൻ സക്സസ് ആയ അമ്പലത്തിൽ പോകാന്ന് നേർന്നിരുന്നു. ആദ്യം അമ്പലത്തിൽ പോയിട്ട് വരാം. ശരി, ആയിക്കോട്ടെ. ശരി ചേച്ചി, വെക്കട്ടെ. നിന്റെ സംസാരം കേട്ടിട്ട് ചെറിയമ്മേ നിനക്ക് നല്ല പക്വത വന്നു തുടങ്ങിയെന്നാ എന്നോട് പറഞ്ഞത്. കുടിച്ചോ. അവളുടെ ജീവൻ ശ്രീകരേട്ടന്റെ സഹായം കൊണ്ടും നിന്റെ കരുണ കൊണ്ടും അപകടമില്ലാതെ രക്ഷപ്പെട്ടു. ഞങ്ങളോട് ഇത്ര കരുണ കാണിച്ചതില് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഇനിയൊരിക്കലും അവൾക്ക് ഇങ്ങനത്തെ അസുഖം വരാതെ നോക്കാനുള്ള ബാധ്യത ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇനി എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. ഞാൻ നിന്നെ വന്ന് ദർശിക്കുന്നതും പൂജകൾ ചെയ്യുന്നതും എന്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നിനക്കെന്നോട് കരുണ മാത്രം തോന്നില്ല. ജാതകം ചേരാത്തൊരുത്തെ ശ്രീകരേട്ടന്റെ ഭാര്യയായിട്ടുണ്ട് എന്നുള്ളൊരു കോപം നിനക്കും ഉള്ളതുപോലെയുണ്ട്. അതുകൊണ്ടാണ് നീ ഇതൊന്നും അംഗീകരിക്കാതിരിക്കുന്നെ. എന്നെ ആശീർവദിച്ച് തടസ്സങ്ങൾ നീക്കി തരാതിരിക്കുന്നെ. എന്റെ പോരാട്ടം ഞാൻ നടത്തുന്നുണ്ട്. അതിൽ ഞാൻ എത്ര വിജയിക്കും എന്നൊന്നും എനിക്കറിയില്ല. എന്റെ പ്രയത്നങ്ങൾക്ക് നിന്റെ സഹായം വേണം. എന്റെ ഈ താലി നീ അറുത്തെടുക്കാതെ എന്റെ വിജയത്തില് നിന്റെ തുണി എനിക്കുണ്ടാവണം. കടാക്ഷിക്ക് ദൈവമേ.
പറ്റി മോളെ? അവളെ ഒന്ന് എഴുന്നേപ്പിക്ക്, എന്നിട്ട് കുറച്ച് വെള്ളം കൊടുക്ക്. മോളെ എന്തു പറ്റി മോളെ? എന്ത് പറ്റി മോളെ? തല കറങ്ങുന്നത് പോലെ തോന്നി. എന്റെ കാല് സ്ലിപ്പായി വീണു പോയതാ. ആരെങ്കിലും പെട്ടെന്ന് പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുപോവാ. ശരി തിരുമേനി. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട്, ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ തിരുമേനി. മുറിവുകളൊന്നും പറ്റിയില്ലോ അല്ലേ? ഒന്നും പറ്റിയില്ല ഏതായാലും. ശരീരത്തിന് മുറിവുകളൊന്നും കാണില്ലായിരിക്കും, പക്ഷെ മനസ്സിലെന്തോ ആശങ്ക പോലെയുണ്ട്. ഭഗവാന്റെ സമക്ഷത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉറപ്പായിട്ട് ഒരു കാരണം ഉണ്ടാകും മോളെ. അത് അതിന്റെ സമയം ആസന്നമാകുമ്പോൾ മാത്രമേ അറിയൂ. ഇന്ന മോളെ കുറച്ച് വെള്ളം കുടിക്കേ. താങ്ക്സ് ചേച്ചി. കുഴപ്പമില്ല മോളെ. പോകാൻ നോക്കട്ടെ. ശ്രദ്ധിക്കണേ. സൂക്ഷിച്ച്. പതിയെ പതിയെ. കുഴപ്പമില്ല ചേച്ചി. താങ്ക്സ്. താങ്ക്സ്. അത് കുഴപ്പമില്ല. സൂക്ഷിക്കണേ. എന്റെ സ്റ്റാഫിനെ താൻ കൈവച്ചു അല്ലേ? ഡേയ്, നിന്റെ ഫോൺ താടാ. ചേട്ടാ, ഹലോ, ഞാനാ നാഗേന്ദ്ര. നിന്റെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് കോൾ എടുക്കാത്തതുകൊണ്ട് എന്നെ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചാവുമല്ലേ? ആ ടെൻഡർ കിട്ടിയാൽ എന്റെ ലൈഫ് മൊത്തത്തിൽ അങ്ങ് മാറും, മനസ്സിലാക്കിക്കോ. നീ ഇനി ഏതൊക്കെ നമ്പറിൽ നിന്ന് മാറി വിളിച്ചാലും ഒരൊറ്റ ആൻസറേ ഉള്ളൂ, മനസ്സിൽ വെച്ചോ. അപ്പം മാറാൻ ഉദ്ദേശമില്ലെന്ന് സാരം. ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ തനിക്ക്? നിന്റെ ഭാവി എന്തായി തീരുമെന്ന് നീയാണ് മനസ്സിലാക്കാത്തത്. ഭീഷണിയാണോ? അവിടം വരെ പോകണ്ടെന്ന് കരുതിയതാ. ചൊറിഞ്ഞു ചൊറിഞ്ഞ് എന്നെ അവിടെ എത്തിച്ചതാ. ഇനി ഒരു വട്ടം കൂടെ നീ എന്റെ ഫോണിലേക്ക് വിളിച്ചാ നിന്നെ അകത്താക്കും, ഓർത്തു വെച്ചോ. എന്നെ സ്റ്റേഷനിൽ കയറ്റുവോ? ഞാൻ നിന്നെ പോലെ വെറും വാക്ക് പറയുന്നതല്ല. അത്ര ഈസി ആണെന്നാണോ കരുതിയത്? ഞാൻ ആരാണെന്ന് ശരിക്കും അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? ഡിസ്കഷൻ വേണ്ട, ഫൈനൽ ഡിസിഷൻ എന്താ? നിന്നോട് പറഞ്ഞില്ലേ, എനിക്ക് എന്റെ കമ്പനിയെ വഞ്ചിക്കാൻ പറ്റില്ല. ദാറ്റ്സ് ഓൾ. മോനെ ചക്കരയെ കുട്ടാന്ന് വിളിച്ച് കൺവിൻസ് ചെയ്യാൻ നോക്കി. എന്റെ റൂട്ടിൽ വരാതെ ഈ നാഗേന്ദ്രനെ അവൻ അടിച്ചു. ഡേയ് ശിവ, ചേട്ടാ, അവന് നമ്മൾ കൊടുത്ത സമയം അവസാനിച്ചു. ഇനി അവനെ ജീവിക്കാൻ അനുവദിക്കരുത്. വണ്ടി എടുക്കടാ. എന്റെ താലി, എന്റെ താലി ഇവിടെ പോയി. അവനി, എന്താ കാണാതായി?
അത് ആന്റി എന്റെ നിർത്തിയതെന്താ മോളെ, പറയ. താലിയെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഇത്രയധികം പ്രശ്നങ്ങൾ. എന്താ കാണാതായെന്ന് പറ മോളെ. അത് എന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ല ആന്റി. നീ എന്തിനാ മോളെ അത് പറയാൻ ഇങ്ങനെ പേടിക്കുന്നേ? നിന്റെ റൂമിലൊക്കെ ശരിക്കും നോക്കിയോ? ആ ആന്റി, നോക്കിയിരുന്നു. ടെൻഷൻ അടിക്കാതെ സമാധാനായിട്ട് റൂമിലൊക്കെ ഒന്ന് നോക്ക്, അവിടെ കാണും. ശരി ആന്റി, എന്നാ ഞാൻ പോയി അവിടുന്ന് തിരയട്ടെ. മൊബൈൽ ഒരു സെക്കൻഡ് കാണാതായി പോയാ ആരോ മരിച്ച പോലെ പെരുമാറുന്ന ഈ ജനറേഷൻ. മൊബൈലിൽ പോയിട്ട് അവളിങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് എനിക്കെന്തോ തോന്നുന്നില്ല ഏട്ടാ. ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എവിടെയാ അത് കളഞ്ഞു പോയത്? എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തെങ്കിലും സൂചനയായിരിക്കും. ഈ താലിയിൽ നിന്റെ ഭർത്താവിന്റെ ആയുസ്സുണ്ട്. അതിലെ ഓരോ കെട്ടിലും അവന്റെ ശ്വാസമടങ്ങിയിട്ടുണ്ട്. നീ ഇതഴിച്ചു കളഞ്ഞാൽ ഉടനെ മരണം അവനെ വേട്ടയാടാൻ തുടങ്ങും. മൃത്യു പ്രത്യക്ഷപ്പെടുന്നതാണ്. അദ്ദേഹം കെട്ടിയ താലി അന്ന് കുറച്ച് മണിക്കൂർ എന്റെ കഴുത്തിൽ നിന്ന് പോയപ്പോ അദ്ദേഹത്തിന് വലിയൊരു അപകടം ഉണ്ടായി. ഇപ്പൊ എന്തെങ്കിലും അപകടം സംഭവിക്കാനായിരിക്കോ? അവനി, എന്താ ആന്റി? നിന്റെ ഫോണ് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല ആന്റി. അതാ ഞാൻ തിരയുന്നേ. അവിടെയുണ്ടല്ലോ. അയ്യോ, ഇതിവിടെ ഉണ്ടായിരുന്നു. കുട്ടിയെ മുറിക്കൊക്കെ തടച്ചിട്ട് നാട് നീളെ തേടി നടക്കും പോലെ ഈ വീട് മുഴുവൻ അന്വേഷിക്കായിരുന്നു. ഛേ, എന്റെ കോൺസെൻട്രേഷന്റെ കുഴപ്പമായത്. താങ്ക്സ് ആന്റി. നീ എന്തിനാ കളവ് പറയുന്നേ? നീ മൊബൈല് പോയിട്ടല്ല ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താ കളഞ്ഞു പോയത്? സത്യം പറ. വസ്തുക്കൾ നഷ്ടപ്പെട്ടതിന്റെ പേടിയല്ല ഇത്. എന്തോ വിലപ്പെട്ട ഒന്ന് നഷ്ടമായതിന്റെ വിഷമം. അത് നിന്റെ കണ്ണിൽ കാണുന്നുണ്ട്. എന്താ അതെന്നോട് പറയാൻ പറ്റാത്തതാ? പറയേണ്ടത് തന്നെയാ, പക്ഷേ അതിനുള്ള സമയം ഇതല്ല ആന്റി. പറയാവനി. ഒന്നുമില്ല ആന്റി, ഈ ഫോൺ പോയിട്ടാ. കാണാതായപ്പോ വല്ലാത്ത ടെൻഷൻ ആയിപ്പോയതാ. സത്യാണെങ്കിൽ പ്രശ്നമില്ല. അത് കളവാണെങ്കിൽ നീ നിന്നെ തന്നെ വഞ്ചിക്കുന്ന പോലെയായിരിക്കും. എന്റെ ഭഗവാനെ, അദ്ദേഹത്തിനൊന്നും സംഭവിക്കാതെ നോക്കണേ.
വീട്ടിലെല്ലായിടത്തും ഞാൻ അരിച്ചു പെറുക്കി, വഴിയിലൊക്കെ നോക്കി, ഒരിടത്തും കാണുന്നില്ല. ഉറപ്പായിട്ടും അമ്പലത്തിൽ കളഞ്ഞു പോയതാവും. മുമ്പ് ആ താലി എന്റെ കഴുത്തിലുണ്ടാവണം. ഒന്ന് വേഗം പോ ചേട്ടാ. ഞങ്ങളുടെ ബോസ് കുറെ കാലം നിന്റെ പുറകെ നടന്നിട്ടും അതൊന്നും കേൾക്കാതെ നീ വലിയ ഷോ കാണിക്കുന്ന എന്താടാ? തെറ്റായ മാർഗത്തിൽ പോകുന്നവരെ ഞാൻ സഹായിക്കാറില്ല. അതുപോലെ എനിക്കെന്റെ കമ്പനിയെ ചതിക്കാനും കഴിയില്ല. എത്രയോ വർഷങ്ങളായി സത്യസന്ധമായിട്ട് പണിയെടുത്ത് ഞങ്ങൾ എല്ലാവരും ചേർന്ന് വളർത്തിയതാ കമ്പനി. വെറും പണത്തിന് വേണ്ടി എന്റെ കമ്പനി ഒറ്റിക്കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ആ ടൈപ്പല്ല. ജീവൻ പോയാലും നിനക്ക് കുഴപ്പമില്ലേ? ജീവൻ തന്നത് ആ ഭഗവാൻ തന്നെയാ. അതെടുക്കാനുള്ള അവകാശവും അദ്ദേഹത്തിന് തന്നെയുള്ളൂ. ഈ ഡയലോഗിക്കാൻ നീ ആരടാ? നിന്റെ പ്രാണൻ എടുത്തുകൊണ്ട് വരാൻ നിന്റെ ഭഗവാൻ പറഞ്ഞയച്ചതാണ് ശ്രീകർ. നീ ചത്ത നിന്റെ അതേ പ്ലേസിൽ വേറെ ഒരു എംപ്ലോയി വരും. അവൻ ഉറപ്പായും ഞങ്ങൾ പറയുന്നത് കേൾക്കും. ഡേയ്, ഇനി ഡയലോഗൊന്നുമില്ല, തീർത്തേക്കടാ. അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ലേ? അദ്ദേഹത്തിനൊന്നും സംഭവിക്കാതെ വീട്ടിലേക്ക് എത്തണേ. നീതി ധർമ്മം എന്നൊക്കെ പറഞ്ഞു കുറെ ആദർശം പറഞ്ഞില്ലേ? ഇനി മോളിലേക്ക് പോയി ഭാവി പ്രവചിച്ചുകൊണ്ടിരിക്കുക. എടാ ശിവ. ചേട്ടാ. നിന്റെ അനിയന് ജോലിയില്ലെന്ന് പറഞ്ഞില്ലേ? ആ ചേട്ടാ. ഏതെങ്കിലും വിധത്തിൽ ഇവന്റെ സീറ്റിൽ കൊണ്ടിരുത്താൻ നോക്ക്. ആയിക്കോട്ടെ ചേട്ടാ. നമ്മുടെ ജോലി എളുപ്പം തീർന്നും കിട്ടും. വണ്ടി എടുക്കടാ. അയ്യോ, എന്തെങ്കിലും സംഭവിച്ചോ? അറിയില്ല. ചോര കിടക്കുന്ന കണ്ടിട്ട് അധികം നേരമായും തോന്നില്ല. ആരെങ്കിലും പോലീസിനൊന്ന് വിളിച്ച് അറിയിക്കേ. ആദ്യം നമ്മൾ ആംബുലൻസ് വിളിക്കുക, അത് നല്ലത്.